Hi friends, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും സമയം കളയണം, നമുക്ക് ആ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ടാക്സാൽ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു ചെറിയ റെഫറൽ കോഡും കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 രൂപ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ബോണസ് ആയിട്ട് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. മാക്സിമം ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ കൊടുക്കുക. അതായത് അവർ പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റെഫറൽ കോഡ് എൻ്റർ ചെയ്യാൻ പറയും. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത റെഫറൽ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്താൽ 20 രൂപ നിങ്ങൾക്ക് ആ ഗെയിം പ്ലേ ചെയ്യാനുള്ള ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആക്സെപ്റ്റ് കൊടുത്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ആക്സെപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് വന്നൊരു OTP എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 രൂപ, അത് 20 കോയിൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യാൻ പറയും. ഇപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ അതൊന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഹോം പേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പേരും പ്രെഡിക്റ്റ് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു ബട്ടണും വെച്ച് നമുക്കൊരു ഹോം പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നെയിം, അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ പ്രൊഫൈൽ അപ്ഡേറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 രൂപ ജോയിനിങ് ബോണസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലേ ചെയ്യാനായിട്ട് അടിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ആൻഡ് വിന്ന് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ട്യൂട്ടോറിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു പേജ് വരും. ഇവിടെയാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അപ്പോൾ അതിൽ സിൽവർ എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം 10 കോയിൻ, അതായത് 10 രൂപ കൊടുത്തിട്ടാണ് നമുക്കത് കളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 20 ഉള്ളതുകൊണ്ട് നമ്മൾ 10 കൊടുത്താണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 10,000 കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, 10,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് പ്ലേ ചെയ്യാനാണ് ഗോൾഡ്. പിന്നെ 1 ലക്ഷം ഉണ്ടെങ്കിൽ പ്ലാറ്റിനം. അപ്പോൾ അതൊന്നും ആരും അല്ലാണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയ സിൽവർ വെച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കൊടുത്ത് പ്രൊസീഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ആ പൈസ, അതായത് 10 രൂപ നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പറാണ് പ്രെഡിക്റ്റ് ചെയ്യണത്. അപ്പോൾ അവർ ആ ഒരു നമ്പർ ചൂസ് ചെയ്യുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇൻ കേസ് ആ ഒരു നമ്പറാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൈസ വിൻ എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് 5 കൊണ്ട് വെക്കുകയാണ്. 5 ഞാൻ എത്രയാണ് വെക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ മിനിമം 10 പറയുന്നത്. അപ്പോൾ ഞാൻ 10 ഇവിടെ ഞാൻ ഈ ഒരു 5ാമത്തെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 10 അതിലേക്ക് ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ട് 16 മിനിറ്റുകൾക്ക് ശേഷമേ അറിയുള്ളൂ. ഇവിടെ കണ്ട 16 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി ബാക്ക് അടിക്കരുത്. ഇവിടെ മുകളിൽ സേവ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഫുള്ള് കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രീ കിട്ടിയ കോയിനിൽ നിന്ന് ഒരു 10 കോയിൻ, അത് 10 രൂപ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10,000 കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിം പ്ലേ ചെയ്യുക. ഇനി ഇതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാലറ്റ് ഹിസ്റ്ററി, വിന്നിങ് ഹിസ്റ്ററി, നമ്മൾ ജയിച്ചിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതേപോലെ വിന്നിങ് നമ്പേഴ്സ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വിൻ ചെയ്തത് എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചൊരു കണക്ക് കൂട്ടിയിട്ട് നിങ്ങളൊരു നമ്പറിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ചൂതുകളി, ആ ഒരു ടൈപ്പ് ലെവൽ സംഭവമല്ലോ, അത് തന്നെ പറയുക. പക്ഷേ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പൈസ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടൊരു ലക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പോരായ്മ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്ത്, അതായത് ബാങ്കിലുള്ള പൈസ കൊടുത്ത് ഇത് നമ്മൾ കളിക്കാതിരിക്കുക. മേ ബി പൈസ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാരെ റെഫർ ചെയ്ത്, റെഫർ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 30 MB ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. റെഫർ ചെയ്ത് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. മേ ബി കൂട്ടുകാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.